രക്ഷപ്പെട്ടു. ഇൻസ്പെക്ടർ പാണ്ട, എന്റെ അമ്മോ, നീ പാണ്ടയല്ലടാ, ബോണ്ടയാ, ബോണ്ട. പോലീസുകാർ ഇങ്ങനെയാണോ ഇരിക്കേണ്ടത്? ഞാൻ പുതിയതായിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയതാ, പക്ഷെ എല്ലാ കാര്യങ്ങളും അറിയാം. എന്ത് കോരിയെന്നാണ് സാർ? കോരിയെന്നല്ലടോ, കാര്യങ്ങള്, അതായത് ഇൻഫർമേഷൻ. എന്റെ പേരറിയാമോ തനിക്ക്? മുകേഷ് മമ്മൻ. അപ്പൊ സാർ ആരുടെ മകനായിട്ട് വരും? എന്റെ അമ്മോ, മാമൻ അല്ലടോ, മമ്മൻ, മമ്മൻ. ഫുൾ നെയിം മുകേഷ് മമ്മൻ കോച്ചി. എനിക്ക് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇതുപോലെ അൺഫിറ്റായ ആൾക്കാരെ വേണ്ട, പ്രത്യേകിച്ച് സ്റ്റാമിന ഇല്ലാത്തവരെ. എനിക്ക് നല്ല സ്റ്റാമിനയുണ്ട് സാർ. ആണോ? പിന്നെ ആ കള്ളൻ എങ്ങനെയാ രക്ഷപ്പെട്ടത്? അത് സാർ, ആ കള്ളന് എന്നെക്കാളും അധികമായിട്ട് സ്റ്റാമിന ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ വേഗത്തിൽ ഓടിപ്പോയി. എടോ, അത് തന്നെയാ ഞാനും പറഞ്ഞത്, തനിക്ക് ഓടാനുള്ള സ്റ്റാമിന ഇല്ലെന്ന്. താൻ അൺഫിറ്റ് ആണ്. പ്ലീസ് സാർ, എനിക്കൊരു അവസരം കൂടെ തരണം. ഓക്കേ, ഞാനത് ചാക്ക് ചെയ്യാം. പക്ഷേ സാറിന് എന്തിനാണ് സാർ ഇപ്പൊ ചോക്ക്? എന്റെ അമ്മോ, ചോക്കല്ലടോ, ചെക്ക്, ചെക്ക്. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ പരിശോധിക്കില്ലേ? എടോ മരത്തലയാ, ചെക്ക് ചെയ്യുമെന്ന്. വിശ്വനാഥ് പ്രതാപ് സിംഗ് ചൗഹാൻ. ഇതാണ് വിശ്വനാഥ് പ്രതാപ് സിംഗ് ചൗഹാൻ. കോഴിക്ക് ഇത്രയും വലിയ പേരോ? ഏയ്, കോഴിയുടെ അല്ല, കോൺസ്റ്റബിളിന്റെ പേരാണ്. കോഴിയുടെ പേര് കോഴി എന്ന് തന്നെയാണ്. സാർ, ഈ വിശ്വനാഥ് പ്രതാപ് സിംഗും അൺഫിറ്റ് ആണ്. അതും എനിക്കറിയാം. അതുകൊണ്ടാണ് ആ കോഴിയെ നോക്കാനുള്ള ജോലി ഞാൻ അയാൾക്ക് കൊടുത്തത്. സാർ, ഇവരിലാരാണ് എന്റെ സ്റ്റാമിന ചെക്ക് ചെയ്യാൻ പോകുന്നത്? അത് ഞാൻ ചെക്ക് ചെയ്യും. ചെല്ല്, ആ കോഴിയെ എനിക്ക് കൊണ്ടുവന്നതാ. ഇത്രയുള്ള കാര്യം. കോൺസ്റ്റബിൾ, ആ കോഴിയേക്ക് തരൂ. എന്തിനാ വിട്ടുകളഞ്ഞത്? അത് ഞാൻ പറഞ്ഞിട്ടാ. പോയി പിടിച്ചോണ്ട് വാ. ഇതാണ് ചെക്കിംഗ്. ഓ എന്റെ ദൈവമേ, ആ കോൺസ്റ്റബിളിനെ അല്ല, കോഴിയെ. ആ കോഴിയെയാണ് പിടിക്കേണ്ടത്. എന്താ ഇത്? എങ്ങോട്ടേ പോകുന്നത്? നിക്കവിടെ. ഇല്ല, ഞാൻ ഈ കോഴിയെ വെറുതെ വിടാൻ പോകുന്നില്ല. ആ, താൻ അതിനെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും. ചേട്ടാ, ഒരു മാംഗോ ഐസ്ക്രീം വേണം. പോപ്പട്ടെ, നിനക്ക് വേണോ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, പക്ഷെ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാം.
ഈഷ്, നിൽക്കവിടെ. അയ്യോ. പറയുന്ന കേൾക്ക്, നിൽക്കവിടെ. അയ്യോ. പാണ്ഡ സാറേ, സാർ എന്തായി ചെയ്യുന്നേ? എനിക്ക് ആ കോഴിയെ വേഗം പിടിക്കണം. ഇൻസ്പെക്ടർ പാണ്ഡയ്ക്ക് കോഴിയെ പിടിക്കാൻ പറ്റില്ല. വരൂ, നമുക്ക് അദ്ദേഹത്തെ സഹായിക്കാം. ആ കോഴിയെ പിടിക്കാൻ സഹായിച്ചാൽ ഇന്ന് പാണ്ഡ സാറിന്റെ വകയായിരിക്കും ഭക്ഷണം. സംശയമുണ്ടോ? അയ്യോ, ഇവരെന്താ ഈ കാണിക്കുന്നത്? വേഗം പൊക്കോ അവിടുന്ന്, അല്ലെങ്കിൽ നല്ല തല്ലി കിട്ടും എന്റെ കയ്യിന്ന്. പോയി ഇവിടുന്ന്. ആ കോഴി വളരെ സൂത്രശാലിയാണ്. ദാ, കോഴിയെ പിടിച്ചേ. സംശയമുണ്ടോ? രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. അയ്യോ, ഇതെങ്ങനെയാ? ഓ, ഞാൻ വെച്ച പാല് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞുള്ള തെമ്മാടി. അതിരിക്കട്ടെ, ഈ തണുത്ത പാലിൽ വേണം നീ എന്തിനാ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ച് പോകുന്നത്? ഈഷ്. ഈഷ്, ആ കോഴി വേഗം പിടിക്ക്. അതിനെ പിടിച്ചില്ല എങ്കിൽ എന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും. പോലീസുകാർ കള്ളന്മാരല്ലേ പിടിക്കാറ്. സാർ എന്തിനാ കോഴിയെ പിടിക്കുന്നേ? പുതിയ കമ്മീഷണർ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്നോട് ഈ കോഴിയെ ഓടിച്ചിട്ട് പിടിക്കണമെന്നാ പറഞ്ഞത്. പോലീസുകാർ കോഴിയെ ഓടിച്ചിട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കള്ളന്മാരെ ആരാ പിടിക്കുക? അതും പോലീസുകാരനെ പിടിക്കും. പക്ഷെ ഇപ്പോൾ ഈ കോഴിയെ പിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സാറിനോട് എത്ര കോഴികളെ പിടിക്കണമെന്നാ പറഞ്ഞത്? ഈ ഒരു കോഴിയെ പിടിച്ചാൽ മാത്രം മതി. സംസാരിച്ചാൽ നിൽക്കാതെ വേഗം തന്നെ കോഴിയെ പിടിക്കാൻ നോക്ക. എടോ, വേഗം പൈസ എടുക്കാൻ നോക്കേ. അതൊരു കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നതാണല്ലോ. അത് കഴിഞ്ഞ ആഴ്ച എന്നല്ല, എല്ലാ ആഴ്ചയും ഇങ്ങനെ തരേണ്ടി വരും. മനസ്സിലായോ? അയ്യോ, പോലീസ്. എന്റെ അമ്മച്ചി, ഈ തടിയൻ പാണ്ട ഇന്ന് എന്നെ വിടുന്ന ലക്ഷണം ഇല്ലല്ലോ. രക്ഷപ്പെട്ടു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ അടുത്തേക്ക് എങ്ങനെ വന്നാലേ ഈ വടി കൊണ്ട് തലതല്ലി പൊളിക്കും ഞാൻ. ഇത് പെരുങ്കളൻ ചന്തു അല്ലേ? അതായിക്കോട്ടെ, സാറ് കോഴിയെ പിടിക്കുന്നേ. എന്തോന്ന്, കോഴിയോ? അതെ, മിനിമം ഒരു അരമണിക്കൂറായി ഈ കോഴി ഞങ്ങളിട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ അമ്മോ, അപ്പൊ ഞാനിതുവരെ ഓടിയതൊക്കെ വെറുതെ ആയിരുന്നു. അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാ? ഡിസ്റ്റർബ് ചെയ്യല്ലേ, ഞങ്ങൾ ആ കോഴിയെ പിടിക്കുകയാണ്. താൻ പോവാൻ നോക്ക്. ഇവൻ വാണ്ടഡ് ക്രിമിനൽ ആണ്. ഇവന്റെ തലയ്ക്ക് 50,000 രൂപയാണ് വില. ആദ്യം അവനെ പിടിക്ക്. എന്നാ പിന്നെ എന്നെ ഒന്ന് പിടിച്ച് കാണിക്കേ. പിടിക്ക്. അയ്യോ, അടിപൊളി, ചന്തുവിനെ പിടിച്ചു കഴിഞ്ഞു. കമ്മീഷൻ സാർ എന്തായാലും സന്തോഷിക്കും. അല്ല, ഹണി എവിടെ പോയി? അവൻ വന്നേക്കും. ആദ്യം നമുക്ക് ഈ ചന്തുവിനെ കമ്മീഷൻ എടുത്ത് കൊണ്ടുപോയി കൊടുക്കാം. വരൂ. അയ്യോ, വല്ലാത്ത ദുരന്തമായി പോയല്ലോ. വെറും ഒരു കോഴി കാരണം ഞാനിപ്പോ പിടിക്കപ്പെട്ടു.
May I come in, sir? സർ, ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ. ആ കോഴി എവിടെ? കോഴി കോഴി. സാർ, ഇദ്ദേഹം പെരുങ്കളം ചന്തുവിനെയാണ് പിടിച്ചിരിക്കുന്നത്. ഇനി ആ കോഴിയുടെ ആവശ്യം എന്താണ്? കള്ളനെ പിടിച്ചു, പക്ഷേ സ്റ്റാമിന ടെസ്റ്റിൽ ഇയാൾ ഫെയിലായി. സ്റ്റാമിന ടെസ്റ്റോ? അതെ അതെ, ഇയാൾ അൺഫിറ്റ് ആണ്. കുറച്ചൊന്ന് ഓടുമ്പോൾ തന്നെ ഇയാൾ കിതയ്ക്കാൻ തുടങ്ങും. ഇങ്ങനെ അൺഫിറ്റായ ആളുകളെ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമില്ല. സോറി സാറേ, പക്ഷെ കള്ളന്മാരുടെ പുറകെ ഓടുകയല്ല പോലീസുകാരുടെ ജോലി. തലച്ചോറ് ആവശ്യമാണ്, എങ്കിലല്ലേ പ്ലാൻ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ധൈര്യവും വേണം, എങ്കിലേ വലിയ ക്രിമിനലുകളോട് ഏറ്റുമുട്ടാൻ പറ്റൂ. മാത്രമല്ല ഇത് ടീം വർക്കാണ്. ടീം വർക്ക്. ദാ നോക്ക്, ആളുകൾ തടിക്കും, ക്ഷീണിക്കും. ശക്തിയുള്ളവർക്ക് ശക്തി കുറഞ്ഞെന്നും വരാം. അവരവരുടെ ജോലി അവരവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. മാത്രമല്ല ഇൻസ്പെക്ടർ പാണ്ഡ അദ്ദേഹത്തിന്റെ ജോലി കൃത്യമായി ചെയ്യുന്നുമുണ്ട്. അതെ, ഒരുപാട് ക്രിമിനൽസിനെ ഇദ്ദേഹം പിടിച്ചിട്ടുണ്ട്. സംശയമുണ്ടോ? സർ, നമ്മൾ ഉദ്ദേശിച്ച ക്രിമിനലിനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കോഴിയെ പിടിച്ചാൽ എന്താ, പിടിച്ചില്ലെങ്കിൽ എന്താ? ശരിയാണല്ലോ, താൻ പറഞ്ഞതിനും കാര്യമുണ്ട്. ഇൻസ്പെക്ടർ പാണ്ഡ, ദാ പിടിച്ച സാറിന്റെ കോഴി. കഴുതേ, നീ ഇത്രയും വലിയൊരു ക്രിമിനലിനെ വിട്ടിട്ട് ആ കോഴിയുടെ പുറകെ പോയ ഈ എന്തിനാ? കോഴിയെ പിടിക്കേണ്ടത് ആവശ്യമായിരുന്നില്ലേ? അല്ലെന്നുണ്ടെങ്കിൽ പാണ്ഡ സാറിന്റെ ജോലി ഇപ്പൊ പോവായിരുന്നു. കള്ളന്മാരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീടായാലും പിടിക്കാമല്ലോ. നന്നായി, വളരെ നന്നായി. സത്യത്തിൽ നിങ്ങൾ എനിക്ക് ഇൻഡയറക്റ്റ് ആയി പഠിപ്പിച്ചു തന്നു. കോഴിയല്ല, ആ ക്രിമിനലിനെ പിടിക്കുന്നതിലാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന്. വെരി ഇന്റലിജന്റ്, വെരി ഇന്റലിജന്റ്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊന്നും ജോലിയിൽ നിന്നും പറഞ്ഞു വിടുന്നതിന് ഒരു കാരണമാകുന്നില്ല. തീർച്ചയായും സാർ. ഓഹോഹോ, കുട്ടികളെ, നിങ്ങളുടെ സഹായത്തിന് വളരെ നന്ദിയുണ്ട്. വെൽ ഡൺ ഇൻസ്പെക്ടർ പാണ്ഡ, വെൽ ഡൺ. താങ്ക് യു സർ.